ഏറെ സന്തോഷമാതീറുന്ന നാളിൽ ഞാനോർക്കുന്നു നീയുള്ള വേദന. പൊന്നെ നീയന്മാറിൽ ചേരും കിനാവും കണ്ടെത്ര സഹിച്ചു ഞാൻ യാതന. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്. അപ്പം ഇന്ന് നമുക്കൊരു അടപ്പായസം വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അത് വെക്കുക കേട്ടോ. അപ്പം സമയമൊക്കെ ഒരുപാടായിട്ടാണ് ഇത് വെക്കുന്നത്. ചോറ് തിന്നാൻ സമയത്താണ് അടപ്പായസത്തിൻ്റെ വെപ്പുണ്ടായത്. അപ്പം അങ്ങനെയാണ് കേട്ടോ. കുറച്ച് ധൃതി പിടിച്ചിങ്ങാണ്ടാണ് ചോറ് വിളമ്പാനാകുമ്പോഴത്തേന് വേവും വേണം, അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ രണ്ടടുപ്പത്തും ആക്കിയാണ്ട് ഒരടുപ്പത്ത് ശർക്കര ഉരുക്കാൻ വെച്ചിക്കണ്. മറ്റേ അടുപ്പത്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ അട ഇട്ടുങ്ങാണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് തിളച്ച് ശർക്കരയും ഉരുകി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അട നല്ലോണം ഒന്ന് പച്ചവെള്ളം കൊണ്ടും കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിച്ചാതിരിക്കാൻ വേണ്ടിയാണ്ട്. ശർക്കരയും തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിക്കോളി, എന്നാലുള്ള ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് അപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ശർക്കരയും കൂടി ഇതാ അരിച്ചെടുക്കുന്നുണ്ട്. അടപ്പായസം വെക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ ചവ്വരി ഒരു അരമണിക്കൂറേലും കുതിർക്കാൻ വെക്കേണ്ടിയിരുന്നു. അതല്ലെങ്കിൽ നമ്മളത് കുക്കറിലിട്ടുങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടിയിരുന്നു. ഇത് അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് വേകും. 5 മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം ശരിയാക്കാം. ഇത് ഞാൻ ഈ നെയ്യിലിട്ട് നമ്മൾ സാധാ വെക്കണ പായസം വെക്കണ മാതിരി നെയ്യിലിട്ടുങ്ങാണ്ട് വഴറ്റി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് വേഗം കുറച്ചൊന്ന് താമസമെടുത്തു. അപ്പം അങ്ങനെ നമ്മളെ അതൊക്കെ ഇവിടെ അരിച്ച് ഊറ്റിയൊക്കെ അവിടെ മാറ്റി വെച്ചു. ഇനി നമുക്കത് ഈ പാത്രത്തിലാട്ടോ വെക്കണത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തേക്കണേ. ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുക, കോരി എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആദ്യം മുന്തിരിയാണ് ഇട്ട് കൊടുത്തേക്കണത്. അങ്ങനെ നമുക്ക് ഓരോന്നാക്കിയാണ്ട് കോരി മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇങ്ങനത്തെ പായസത്തിലൊക്കെ ഒരു രസമാണല്ലോ. ശർക്കര തന്നെ ആകണല്ലേ അടപ്പായസത്തിൽ. അപ്പോൾ ശർക്കര തന്നെയാണ് കേട്ടോ. അപ്പം മക്കൾ ഇന്ന് മദ്രസ ഉണ്ട്. മദ്രസക്ക് പോകാനായപ്പോഴത്തേനാണ് ഞാൻ വോയിസ് കൊടുക്കണത്. അപ്പം അങ്ങനെ നൂഹക്കുട്ടി മുടി ഇങ്ങനെ ചീപ്പിക്കൊണ്ട് ഞാനൊന്ന് പാട്ട് പാടട്ടെ എന്നും പറഞ്ഞാണ്ട് ഒക്കെ ഒരു പാട്ടിൻ്റെ ആളാണ് കേട്ടോ. അങ്ങനെയാണ് ആദ്യം തുടക്കത്തിൽ തന്നെ 2 വരി എങ്ങനെയൊക്കെയോ ആണ് പാടിയത്. ആദ്യം മുൻകൂട്ടിയൊന്നും പറയാത്തതുകൊണ്ട് അപ്പോഴെ വന്ന് പാടിയതാ. അപ്പം അങ്ങനെ ഇനി നമുക്കിതേക്ക് ഇതൊക്കെ കോരി മാറ്റിയതിന് ശേഷം നമുക്കിതേക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ ആർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താണെന്നാ ഒരു മടി. അപ്പം അങ്ങനെ നമ്മളെ ചവ്വരി ഒരു 250 ഗ്രാം ഉണ്ട് കേട്ടോ. അതയക്കാണ് ഇട്ട് കൊടുത്തേക്കണേ. ഇട്ട് നന്നായി നെയ്യിലിട്ട് വഴറ്റിയെടുത്തു. നല്ലോണം വഴന്ന് ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ആയി വരുന്നതോട് കൂടെ നമ്മൾ ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൽ കിടന്നാണ് അത് തിളച്ച് ഒന്ന് വെന്തത്.
ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒക്കെ ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് വേവിച്ചും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണത്. അപ്പം അങ്ങനെ അതിൽ കടന്നുങ്ങാണ്ട് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് വെന്തപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ച അട ഉണ്ടല്ലോ അതും കൂടി അയക്കാണ്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അടയും കൂടി ഇട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കിയതിൽ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ അട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ കട്ടയാവും. അപ്പോൾ അത് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ അടച്ച് ഓരോന്നാക്കി ഇട്ടിട്ട് നല്ലോണം ഇളക്കി വേവിച്ചു കേട്ടോ. അടി പിടിച്ചാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി അത് ഒരുവിധമൊക്കെ വെന്തു എന്ന് കണ്ടപ്പോൾ നല്ലോണം അടിയിൽ പിടിച്ചാതെ അതിന് കണ്ട് വെള്ളം വേണം കേട്ടോ. വെള്ളം അതിന് ശർക്കരപ്പാനി ആയാലും മറ്റേ വെള്ളമാണെങ്കിലും ഒക്കെ വേണം. അതല്ലെങ്കിൽ അടി പിടിച്ചും. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ വെന്തു എന്ന് കണ്ടപ്പോഴേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ തേങ്ങാപ്പാലിനൊന്നും സമയമില്ല, അത് ഉണ്ടാക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പശുവിൻ പാൽ തന്നെയാട്ടോ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പാലും പിന്നെ ഏലക്ക പൊടിച്ചതാട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒരു നുള്ളു ഉപ്പ് കൂട്ടീനു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളു അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക്. ഇനി അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനതൊന്നും ഇട്ട് കൊടുത്തില്ല. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അടിപൊളി പായസാട്ടോ, അടപ്പായസം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും പറയാണ് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.